ഞങ്ങളുടെ ആഗ്രഹം നീ ഒരു വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിച്ച് കാണണമെന്നാ. അപ്പോ നിന്റെ ജീവിതത്തിലെ വളരെ നിർണായകമായ വ്യക്തിയാ ഹൃദയമോള്. നിന്നെ പ്രണയിക്കുന്ന ഒരാള്, നിന്നെ വിശ്വസിച്ച് നിന്റെ കൂടെ ഇറങ്ങി വന്ന ഒരാള്. ആ കുട്ടിയെ നീ വിവാഹം കഴിച്ചിട്ടില്ലായിരുന്നു. ആ കുട്ടിക്ക് ഒരു പ്രത്യേക അവസ്ഥ ഉണ്ടായപ്പോ അവൾ നിന്നെ വിവാഹം ചെയ്തു എന്ന് നുണ പറയേണ്ടി വന്നു. നീ നിന്റെ സത്യസന്ധത വർമ്മ സാറിനെ തെളിയിച്ചു. അത് ഞങ്ങൾക്ക് മനസ്സിലാവും. നിനക്ക് വർമ്മ സാറിനോട് നിന്റെ മനസ്സിലുള്ള സ്നേഹവും നന്ദിയും എല്ലാം ഞങ്ങൾക്ക് മനസ്സിലാവും. നീ സത്യം തുറന്നു പറഞ്ഞ് വർമ്മ സാറിന്റെ കൈകളില് ഋതിക മോളെ തിരിച്ചേൽപ്പിച്ചു. പക്ഷേ ഇപ്പൊ ആ കുട്ടിയുടെ ജീവിതം ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുക. ആ കുട്ടി ദീപക്കിനെ വിവാഹം കഴിച്ച അതോടെ ആ കുട്ടിയുടെ ജീവിതം തീരും. അതമ്മയ്ക്ക് ഉറപ്പാടാ. ആ കുട്ടി നിന്നെയാ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും വിശ്വസിക്കുന്നതും. എന്നിട്ടും അവനെ പോലൊരു നീചന്റെ കയ്യിലേക്കാ ആ കുട്ടിയുടെ ജീവിതം പോകുന്നതെങ്കിൽ ആ കുട്ടി എന്തെങ്കിലും കടുത്ത തീരുമാനം എടുക്കും രാജു. നീ നിന്നെ കുറിച്ച് ആലോചിക്ക. ഞങ്ങളെക്കാളും നിന്നെ സ്നേഹിക്കുന്ന പെണ്ണിനെ കുറിച്ച് ആലോചിക്ക. അവളോടത്തെ ജീവിതത്തെ കുറിച്ച് ആലോചിക്ക. അല്ലാതെ നീ ഇനി ഞങ്ങളെ കുറിച്ച് ആലോചിക്കണ്ട. അതെ, എനിക്ക് ആരോഗ്യവും ആയുസ്സും ഉള്ളിടത്തോളം കാലം ഞാൻ എന്റെ ഭാര്യയും മക്കളെയും നോക്കിക്കോളാം. നീ അത് പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ട് രാജു. നിനക്ക് പറ്റുമെങ്കിൽ ഋതിക മാഡത്തെയും വിളിച്ചുകൊണ്ടുവന്ന് എവിടെയെങ്കിലും പോയി ജീവിക്കും. നിന്റെ പുറകെ ഏതായാലും വർമ്മ സാറ് വരില്ല. പിന്നെ അംബിക മാഡവും ദീപക്കും. അവരെ നിന്റെ പുറകെ വരാതിരിക്കാൻ ഞാൻ നോക്കിക്കോളാണ്. അതിനുള്ള ഗഡ്സി അച്ഛനുണ്ട്. അച്ഛനും എന്തൊക്കെയാ ഈ പറയുന്നത്? ഇതൊന്നും ഒരു കാരണവശാലും നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല. നിങ്ങൾ വെറുതെ ഓരോന്ന് പറഞ്ഞ ഞാൻ അത് ചെയ്യുമെന്ന് മനക്കോട്ടെ കെട്ടരുത്. ഇതൊന്നും ഒരിക്കലും നടക്കില്ല. അല്ല, നിങ്ങളെന്താ വിവാഹത്തിന് പോകാതെ ഇങ്ങനെ നിൽക്കുന്നത്? പോയി ഡ്രസ്സ് മാറി ഒരുങ്ങി ഇറങ്ങാൻ നോക്ക്. നിങ്ങളൊരു ടാക്സി വിളിച്ച് വർമ്മ സാറിന്റെ വീട്ടിലേക്ക് വന്നാൽ മതി. അങ്ങനെ ഞങ്ങൾ വരുന്നില്ല. അങ്ങനെ ഞങ്ങൾക്ക് ഋതുമോളെ ആ വിവാഹ വേഷത്തിൽ കാണാൻ പറ്റില്ലടാ. നിന്റെ മനസ്സിന്റെ കട്ടിയൊന്നും ഞങ്ങൾക്കില്ല. അച്ഛാ, അവര് നമ്മളെ ക്ഷണിച്ചല്ലേ? നമ്മൾ പോതിരുന്ന മോശമല്ലേ അച്ഛാ? അച്ഛൻ അമ്മയെ പറഞ്ഞൊന്ന് മനസ്സിലാക്കി. എനിക്ക് ആരെയും പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. രാധ പറഞ്ഞു കഴിഞ്ഞാ എനിക്കും പറയാനുള്ളത്. ഞങ്ങൾ ഈ വിവാഹത്തിന് വരണില്ല. നീ പോയി വിവാഹം നടത്തി കൊടുക്കോ, മാഡത്തിന് ദീപക്കിന് ഏൽപ്പിച്ചു കൊടുക്കോ, എന്താന്ന് വെച്ചാ നിന്റെ ഇഷ്ടത്തിന് ചെയ്യ്. ഞങ്ങളില്ല അങ്ങോട്ടേക്ക്. അകലേ നോവിനാലേ